ഇതൊക്കെ എന്താ ചെയ്യുന്നത്? സാറെ കാണാമെന്ന് ആ വരി കുത്തിരിക്കും. ഒന്നര മണിക്കൂറായി ഞാൻ ഇവിടെ വന്നിരിക്കുന്നു. അപ്പൊ സാറ് ഊണ് കഴിക്കാൻ പോയി പറഞ്ഞു. ഇപ്പൊ 3 മണിയായി. ഞാൻ എപ്പോഴാ പോയത് നിങ്ങൾ കണ്ടിരുന്നു ഊണ് കഴിക്കാൻ? ഇല്ല. ഇവിടെ രാവിലെ മുതൽ ഈ നേരം വരെ ബായിട്ട് അലക്കിയ ആൾക്കാരോട്, നിങ്ങളിപ്പോൾ ആൾക്കാരോട് പിന്നെ എന്തെങ്കിലും അണ്ണാക്കിലേക്ക് ഇറങ്ങണ്ടേ, നല്ല ജീവൻ നിലനിൽക്കുള്ളൂ. ഞാൻ 11 മണിക്ക് വന്നിരുന്നു ഇവിടെ സാറെ കാണാൻ. രാവിലെയോ? അപ്പൊ സാറ് ചായ കുടിക്കാൻ പോയിരിക്കാ പറഞ്ഞു. പിന്നെ അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് കാണാഞ്ഞിട്ടാണ് ഞാൻ പോയത്. അത് പിന്നെ ചായ കുടിക്കാൻ പോയപ്പോൾ 2-3 സാർമാരെ കണ്ട് ഒരു മീറ്റിങ്ങിനെ കാര്യമൊക്കെ ഡിസ്കസ് ഉണ്ടായി. അതൊക്കെ കഴിഞ്ഞിട്ട് വന്നാ. എന്താ വിഷയം എന്താ? ഇതൊരു അപേക്ഷയാണ്. സാർ ഇത് വായിച്ചിട്ട് എത്രയും പെട്ടെന്ന് പരിഹരിച്ചു തരണം. ഞാൻ പോണം എനിക്ക്. അത് ഉസാറായിക്കണല്ലോ. ആവശ്യക്കാർക്ക് ഇരിക്കാൻ നേരമില്ല. പിന്നെ ഞമ്മക്ക് എങ്ങനെ നേരണ്ട നിങ്ങളെ കാര്യത്തിൽ? ഇത് വായിക്കാനൊന്നും നേരില്ല. നിങ്ങൾ എന്താ വിഷയം എന്ന് വെച്ചാൽ പറയും. ഞാനൊരു വർക്ക്ഷോപ്പ് നടത്തുകയാണ്. എന്ത് വർക്ക്ഷോപ്പ് അത്? 2 വീലർ വർക്ക്ഷോപ്പ്. അത് നമ്മുടെ പഞ്ചായത്തിന്റെ പരിധിയിലാണ്. നമ്മുടെ പഞ്ചായത്തിൽ ഒരു സ്ഥാപനം നടത്തണമെങ്കിൽ പഞ്ചായത്തിന്റെ ലൈസൻസ് വേണല്ലോ. വേണല്ലോ. അല്ല, എന്റെ സ്ഥാപനത്തിന് ലൈസൻസ് ഉണ്ട്. ഇന്നലെ ആയിരുന്നു അത് പുതുക്കേണ്ട അവസാന ഡേറ്റ്. പുതുക്കിണ്ടാവില്ല. ഇന്നലെ അടയ്ക്കാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് അടയ്ക്കാൻ വന്നപ്പോ അവര് പറയാണ് നമ്മൾ അടയ്ക്കേണ്ട തുകയുടെ 3 ഇരട്ടി ഫൈൻ അടയ്ക്കണം. ആണോ? അതാണോ നിയമം? ഒരു ദിവസം കഴിക്കാൻ 3 ഇരട്ടി ഫൈനോ? പിന്നെ ഇത് എവിടത്തെ നിയമം സാർ? ഇത് ഇവിടുത്തെ നിയമം. അത് സൗദിയിൽ ഇതൊന്നല്ലല്ലോ. സൗദിയിൽ നിയമം തെറ്റിച്ച് അപ്പൊ കൗത്തർത്തളായി. ഇവിടെ ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞിരിക്കണേ. സാറേ, കേരള ഓട്ടോമൊബൈൽസ് നിന്ന് റിട്ടയർഡ് ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ. അതുകൊണ്ട് സാറ് ഈ അപേക്ഷ അങ്ങോട്ട് സ്വീകരിക്കണം. ഈ അപേക്ഷ എനിക്ക് സ്വീകരിക്കാൻ പറ്റൂല. നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടറെ പോയി കാണി. ഒരു സ്വീകരിക്കും. ഒരു പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ മേലുദ്യോഗസ്ഥനാണ് പഞ്ചായത്ത് സെക്രട്ടറി. ഏത് അപേക്ഷ തന്നാലും അത് സെക്രട്ടറി സ്വീകരിക്കണം. എന്നിട്ട് അത് ഇനീഷ്യൽ ചെയ്ത് നമ്പർ ഇട്ടിട്ട് സീറ്റിൽ എത്തിക്കണം. അല്ലാതെ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയരുത്. ഇനി അല്ല 3 ഇരട്ടി അടയ്ക്കണം എന്നൊരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമം എന്താണെന്ന് അറിയിക്കും. ഇനിയിപ്പോ സർക്കാർ ഉത്തരവാണോ വകുപ്പ് മാനുവലാണോ പോയിന്റ് ഔട്ട് ചെയ്യേ. അത് ശരി. നിയമം മുഴുവൻ പഠിച്ചിട്ടാണ് വന്നതില്ലേ? അപ്പൊ പഠിക്കാത്തവരെ വന്നെങ്കിൽ ഇങ്ങനെ പറ്റിക്കും അല്ലേ? ഇത് ഞാൻ സാങ്ഷൻ ആക്കി തരാം. അല്ല, അങ്ങനെ ആക്കി തരാന്ന് പറഞ്ഞാൽ പോരാ. അത് ഒപ്പിട്ടിട്ട് റെസിപ്റ്റ് തരണം. റെസിപ്റ്റ് ഞാൻ തരാം. പക്ഷെ റെസിപ്റ്റ് തരുന്നതിന് മുമ്പ് എനിക്ക് അപേക്ഷ ഒന്ന് മുഴുവൻ വായിച്ചു നോക്കണം. അപ്പൊ നിങ്ങൾ പുറത്തൊന്നും ഇരിക്കും. ഒരു 15 മിനിറ്റ് മതിയാവും. 10 മിനിറ്റിന് ആവശ്യം. അല്ല, എന്താ അറിയോ, ഈ ഒരു ലൈസൻസ് പുതുക്കാൻ വേണ്ടി ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ എന്റെ ജോലി പോയി. 10 മിനിറ്റ് കൊണ്ട് കിട്ടിയ ഒരു ഇഞ്ചൻ സെറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ശരിയായി തരാം. ശരി, വെയിറ്റ് ചെയ്തോ. ഒന്നിരിക്കണം സാറേ, ഒന്നിരിക്കണം. എനിക്ക് കൈ ഒന്നെടുക്കാം. ഇരിക്കുക. തണ്ടലിനൊരു പിടുത്തണ്ടേ? അപ്പൊ കുഴപ്പമില്ല. ഇരുന്ന് കിട്ടിയാൽ കുഴപ്പമില്ല. എന്തേ പോന്നെ സാറേ? ഈ 60 വയസ്സ് കഴിഞ്ഞാലേ ഈ വാർദ്ധക്യ പെൻഷനുള്ള അത് കിട്ടുമോ? കിട്ടും. അപ്പൊ അതിന് വേണ്ടി വന്നാണ്. അക്ഷയെന്നുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പിന്നെ ആധാർ കാർഡ്, റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, ഫോട്ടോ, ഇതൊക്കെ വേണം. അതൊക്കെ ഉണ്ട്. കണ്ടോ? അതൊക്കെ ഇതിലുണ്ട്. അല്ല, നിങ്ങൾക്ക് എത്ര വയസ്സായി നിറഞ്ഞ്? പ്രായം 61. 61? എന്നിട്ട് ഇതിൻ്റെ അകത്ത് 41 കാണിച്ചിക്കണത്. അത് 8 കൊല്ലം മുമ്പ്. 8 കൊല്ലം മുമ്പ് 41, 8, 49 അല്ലേ നിങ്ങൾക്ക് ആവുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ വാർദ്ധക്യകാല പെൻഷൻ കിട്ടുന്നത്? അല്ല, 61 വയസ്സുണ്ട്. അതെങ്ങനെ 61? ഇതിനകത്ത് 8 കൊല്ലം മുമ്പ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് 41 വയസ്സാ. ഇപ്പൊ 8 കൊല്ലം കഴിഞ്ഞപ്പോ 49. അത്രേ കാണുന്നുള്ളൂ. എന്തോ ഒരു കുഴപ്പം കണ്ടുന്നുണ്ടല്ലോ ഇതിനകത്ത്. ഇതിനകത്ത് അങ്ങനെ അതൊരു അബദ്ധം പറ്റി. എന്തേനി? അത് ഞാന് ഇത് എടുക്കാൻ വേണ്ടി ചെന്ന സമയത്ത് അവിടെ മുമ്പിലൊരു പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടിനോട് എത്ര വയസ്സായെന്ന് ചോദിച്ചപ്പോ ഞാനൊരു 10 വയസ്സ് കുറച്ച് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറ്റിയത്. അങ്ങനെ പറ്റിയതാണ്. കുഴപ്പമാവത്? കുഴപ്പമാണ്. അല്ല, ശരിക്കും 61 ഉണ്ട്. അല്ല, അതിനിപ്പോ എന്താ തെളിവ്? അതിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് 61 ആയിട്ടുണ്ടാവും. ആണ്. അമ്മ പറഞ്ഞതോ? അമ്മ എന്ത് പറഞ്ഞു? അല്ലേ, എൻ്റെ അനിയത്തിയെ പ്രസവിക്കുന്ന സമയത്ത് എനിക്ക് 2 വയസ്സാണ്.
അപ്പോൾ അനിയത്തിക്ക് ഇപ്പോൾ 59 വയസ്സ് കഴിഞ്ഞു. ആ അപ്പോൾ 59ഉം 2ഉം 61. അതിന് കണക്ക്. ഇതിപ്പോ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അമ്മ പറഞ്ഞ് പെങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാല് എന്റെ ഉപ്പ പണ്ട് പറയാനി ഉപ്പ എന്നോട് പ്രായം ചോദിച്ചാൽ ഉപ്പക്ക് പ്രായം അറിയില്ല. ഉപ്പ പറയുന്ന വെച്ചാൽ ഏതോ ഒരു കൊടുങ്കാറ്റ് അടിച്ചതിന്റെ തലേ ദിവസം ഞാൻ ഉണ്ടായതെന്ന്. ഇതൊക്കെ ഒരു കണക്കാ. ഇത് നടക്കൂല. ഏതോ ഒരു സുന്ദരി പെൺകുട്ടിയെ കണ്ടപ്പോഴേക്ക് നിങ്ങൾ പ്രായമൊക്കെ കുറച്ച് പറയാ. എന്തായിപ്പോ ഇത് കഥ? അപ്പോൾ ഇനി സാറേ ഈ ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് പൈസ കിട്ടാൻ എന്തെങ്കിലും വേറെ ഇതല്ലാതെ എന്തെങ്കിലും മാർഗം ഉണ്ടോ? അല്ല എനിക്കിപ്പോ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ അറിയോ? നിങ്ങൾ ഒന്നുകൂടി അക്ഷയയിൽ പോവാ. അക്ഷയ മറ്റേ ഈ പ്രിന്റ് അടുത്ത സ്ഥലത്ത് അവിടെ പോവാ. അവിടെ പോയിട്ട് ഇങ്ങനെ പ്രായം മാറ്റാം. അപ്പൊ അവിടെ ഒരു ഫോം തരും. ആ ഫോം തന്ന് അത് പൂരിപ്പിക്കുക. ശരി. എന്നിട്ട് ഏതെങ്കിലും എ ഗ്രേഡ് ഗസറ്റഡ് ഓഫീസർമാരെടുത്ത് പോവുക. അതായത് തഹസിൽദാരും ഞാനും അങ്ങനെയൊന്നും പറ്റൂല. നമ്മുടെ അസിസ്റ്റന്റ് കലക്ടർ DMO വകുപ്പിലുള്ള ഏതെങ്കിലും ആൾക്കാരെടുത്ത് പോകണം. കലക്ടറോ? കലക്ടർ എന്ന് വെച്ചാൽ അസിസ്റ്റന്റ് കലക്ടറാണ്. ഒരിടത്തേക്ക് പോയാൽ ഒരു ഒപ്പിട്ട ഒരു ഒപ്പിന്റെ കാര്യമുള്ളൂ. അവിടെ പോയിട്ട് ഒപ്പിട്ട് കഴിഞ്ഞാൽ ഈ ഒപ്പിട്ട പേപ്പർ വീണ്ടും അക്ഷയ തന്നെ കൊണ്ടു കൊടുക്കുക. അപ്പോൾ ഓരോ അടുത്ത് വയസ്സ് ശരിയാക്കി തരും. എന്നിട്ട് ആ പേപ്പർ ആയിട്ട് ഇങ്ങോട്ട് വരി, ഞങ്ങളെ പെൻഷൻ ശരിയാക്കി തരാം. ഇതെല്ലാം കൂടെ കിട്ടി വരുമ്പോഴൊക്കെ വയസ്സ് 91. ഒക്കെ പെട്ടെന്ന് ശരിയാക്കും. നിങ്ങൾ വയസ്സന്മാരൊക്കെ പോയാൽ എല്ലാവരും ശരിയാക്കി തരും വേഗം. അപ്പോൾ എണീക്കണം. എണീച്ചോളി. എണീക്കണം ഇവിടുന്ന്. ഞാൻ കയ്യായിരുന്നു. വീട്ടിൽ മക്കളൊക്കെ കൂട്ടിക്കൂടി തന്നെയോ? മക്കളും കുട്ടികളൊന്നും ഇല്ല, കല്യാണം കഴിച്ചിട്ടില്ലേ. ഈ ഡിസ്കിന് കംപ്ലൈന്റ് അതിന്റെ ശേഷം ഈ പ്രശ്നം. ശരി, നല്ല പോയിക്കോളി. ശരി സാറേ, ഞാൻ തുക കിട്ടുമോ നോക്കട്ടെ. ഏതോ നല്ല പെൺകുട്ടീനെ കണ്ടപ്പോൾ ഓളെടുത്ത് 10 വയസ്സാണ്ട് കുറച്ച് പറഞ്ഞു. അതിന് നടക്കുക. ഒരു സാധനം വെച്ചെടുത്ത് കാണും. എന്തൊരു കഷ്ടമാണ്. ഇപ്പൊ ഇവിടെ ഇരുന്ന സാധനം അതിനിടയ്ക്ക് ഇവിടെ പോയി പറഞ്ഞു പോവാ. ഓരോ സാധനങ്ങൾ വെക്കാളെടുത്ത് വെക്കേണ്ട പോലെ വെക്കൂല. ഇപ്പൊ ഇവിടെ വെച്ച സാധനം ഇപ്പൊ ഇവിടെ സാറേ. എന്താണ് ഒരു ഒപ്പ് വേണം സാറേ. എവിടെ ഒപ്പിടണം? എന്താ ഒപ്പിടണം? ഒരു പേപ്പർ ഉണ്ടായാലും ഒന്ന് ഒപ്പിട്ടാൽ മതി. വെറുതെ പേപ്പറിൽ അങ്ങ് ഒപ്പിടാൻ പറ്റുമോ? അല്ല, ഒപ്പിടാൻ പേന വേണ്ടേ? പേനുണ്ട്. തന്റെ നെഞ്ചത്ത് പേന ഉണ്ടോ? എന്റെ നെഞ്ചത്ത് അതല്ല, പിന്നെ സാറിന്റെ അവിടെ ആ പോക്കറ്റിലുണ്ടേ. എപ്പ നോക്കാനൊരു സ്ഥലമില്ല. ഓടി വാടാ ഇങ്ങോട്ട്. പതുക്കെ വരമായിരിക്കും സാറേ. പതുക്കെ വരുള്ളോ? ഈ ഇടുപ്പ് കുഴപ്പമാണ്. അതവിടെ ഇരിക്കും. ആലി വലിച്ച് എല്ലാം നാശക്കൂടാലിയാക്കി. വാർദ്ധക്യകാല പെൻഷനെ അതിന് വേണ്ടിയിട്ടാണ്. എടുക്ക്. എന്തിനാ എല്ലാം കൂടെ തരണേ? ആവശ്യമുള്ള തന്നാ പോലെ. കൊള്ളാം. ഇന്ന് ഇതേ ആവശ്യമായിട്ട് വരുന്ന 6ാമത്തെ ആളാണ് താൻ കേട്ടോ. കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മൾ തമ്മിൽ പരിചയമുണ്ടെന്ന് ഞാൻ എങ്ങനെ എഴുതി തരും? നമ്മൾ തമ്മിൽ പരിചയമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഞാൻ എങ്ങനെ ഒപ്പിടും? അത് നമ്മളിപ്പോ പരിചയപ്പെട്ട സ്ഥിതിക്ക് ചെറുതായിട്ടൊരു കുറച്ച് വാചകത്തിൽ എഴുതിയിട്ടാണ് ഒപ്പിട്ടാൽ മതി. അങ്ങനെ തോന്നിയ രീതിയിൽ പണിയെടുക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കണേ. ഇരുന്നൂടാ. എന്താ ഇരുന്നൂടാ? അതാ ഞാൻ ചോദിച്ചത്. എന്താ പ്രശ്നം എനിക്ക്? സാർ ഇരിക്കണമെങ്കിൽ ഒരു സഹായം വേണം. അതിനാണ് കസേരയിട്ടെങ്കിൽ സഹായത്തിന്. അതിലിരിക്കും. ഇരിക്കുന്ന ഇതെങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരാം സാറേ. വേറെ എനിക്ക് ഒരു വരുമാനവും ഇല്ല. എൻ്റെ ബന്ധുക്കളുടെ ചില കാരുണ്യം കൊണ്ട് അപ്പം മരുന്നും മന്ത്രമൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു പോണത്. കഴിഞ്ഞ 4 വർഷമായിട്ട് എനിക്ക് തന്നെ അറിയാമെന്ന് ഞാൻ ഇതിൽ എഴുതി ഒപ്പിടാം. അത് മതി, അത്രേ വേണ്ടു. ഒപ്പിടാം, അത്രേ വേണ്ടു. പക്ഷേ അതിന് താൻ ഏത് വർഷം ജനിച്ചു, എവിടെ ജനിച്ചു, ഏത് മാസം ജനിച്ചു, അങ്ങനെയുള്ള എന്തെങ്കിലും രേഖകൾ വല്ലതും ഉണ്ടോ അതിൻ്റെ കയ്യിൽ? രേഖകൾ ഇപ്പം അതിൻ്റെ രേഖകളില്ല. ഇല്ല. ശരിക്കും 61 വയസ്സായി. സുഹൃത്തെ, ഇതിന് മുന്നേ വന്ന ആരെയും ഞാൻ ഇത്രയും സമയം ഇരുത്തി വർത്താനം പറഞ്ഞില്ല, പറഞ്ഞു വിടുക ചെയ്തത്. പിന്നെ നിങ്ങളുടെ അവസ്ഥ പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിൽ എവിടെയോ ചെറിയൊരു അലിവ് തോന്നി. അതുകൊണ്ട് ഞാൻ ഇതിൽ ഒപ്പിടാം. പക്ഷേ നിങ്ങളെ ജനിച്ച വർഷം അത് തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു രേഖ എനിക്ക് വേണം. അതിന് 10ാം ക്ലാസ്സിൽ പഠിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടോ? SSLC സർട്ടിഫിക്കറ്റ് കിട്ടിയോ? അതുണ്ടോ? അത് കിട്ടിയിട്ടില്ല. അത് കിട്ടിയില്ലെങ്കിൽ അത് മേടിക്കണം. അത് വേണ്ടി ഞാൻ മേടിച്ചു തരണോ?
അല്ല 5ാം ക്ലാസ് വരെ പോയാൽ അപ്പോൾ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് കിട്ടില്ലല്ലോ. മറിമായം